ഇപ്പൊ ലോകത്തിന്റെ ചർച്ചാ വിഷയം വെറും 60,000-ൽ താഴെ മാത്രം ആളുകൾ വസിക്കുന്ന അതും മഞ്ഞാൽ മൂടപ്പെട്ടൊരു ദ്വീപാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഗ്രീൻലാൻഡ്. പറഞ്ഞു വരുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. പക്ഷെ ഈ ഒരു ദ്വീപാണ് ഇനി മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്ന ഒരു കാരണമായി മാറാൻ പോകുന്നത് എന്നാണ് പലരും പറയുന്നത്. ഇതിനെല്ലാം തുടക്കം ഉണ്ടാകുന്നത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യത്തെ ആക്രമിച്ച് കൈക്കലാക്കാൻ നോക്കുന്നു എന്നൊരു സൂചനയിൽ നിന്നാണ്. ഈ ഗ്രീൻലാൻഡ് കരസ്ഥമാക്കാൻ ട്രംപ് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി, ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആണ്. പക്ഷെ അത് തന്നെയാണോ കാരണം? ഈ ഗ്രീൻലാൻഡിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് അവിടെ ഈ നാഷണൽ സെക്യൂരിറ്റിയെക്കാളും വില മതിക്കുന്ന ധാരാളം അമൂല്യമായ വസ്തുക്കൾ ആ കുഞ്ഞു ദ്വീപിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏകദേശം 31 ബില്യൺ ബാരൽ കണക്കിനുള്ള ഓയിലിന്റെ ശേഖരം അവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട്. ആക്ച്വലി ഈ ഓയിൽ കൺട്രോൾ ചെയ്യുന്നവരാണ് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഓയിൽ മാത്രമാണ് അവിടെ ഉള്ളത്? അല്ല. എനിക്കറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 3000-ഓളം സൈറ്റ്സ് ഉണ്ട് അവിടെ. ആ സൈറ്റുകൾ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഈ സിങ്ക്, അയൺ, അതുപോലെ റെയർ എർത്ത് മിനറൽസ്, റൂബീസ്, അതുപോലെ ലക്ഷം കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള പല പല മിനറൽസും അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഓയിലിന്റെ അടി മാറി ഇതേപോലത്തെ മിനറൽസിന്റെ അടിയാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ അതിന് പുറമെ ഉള്ളതാണ് നമ്മുടെ നോർത്ത് വെസ്റ്റ് പാസേജ്. അതായത് ഒരു സമുദ്രപാതയാണ്. അത് കറന്റ്ലി അത്രത്തോളം എഫക്റ്റീവായി റണ്ണിങ് അല്ല. നമ്മളിപ്പോ പൊതുവെ ഈ കടലിലെ കപ്പലുകൾ, അതായത് കടലിലെ ചരക്കുകൾ നമ്മളൊരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് സൂയസ് കനാൽ, പനാമ കനാൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ്. പക്ഷെ നോർത്ത് വെസ്റ്റ് പാസേജ് നമ്മുടെ ഈ ഗ്രീൻലാൻഡിനോട് കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. അത് വന്ന ആക്ച്വലി ഈ രണ്ട് പാതകളിൽ കൂടി പോകുന്നതിനേക്കാളും പെട്ടെന്ന് അമേരിക്കയിലേക്ക് ആ ഒരു പാതവയും പല രാജ്യങ്ങൾക്ക് ആ ഒരു പാതവയും കപ്പലിൽ സഞ്ചരിക്കാൻ പറ്റും. ഇപ്പൊ അമേരിക്ക രാജ്യം, അതായത് ഗ്രീൻലാൻഡ് അമേരിക്ക കൈയടക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ടോൾ വെക്കാൻ പറ്റും. നമ്മുടെ നാഷണൽ ഹൈവേ വെക്കുന്ന ടോളില്ലേ, അതുപോലെ കപ്പലുകൾ പോകുമ്പോൾ ടോളും ടാരിഫ്സ് ഒക്കെ അവർക്ക് ഇമ്പോസ് ചെയ്തിട്ട് ധാരാളം കാശ് ഉണ്ടാക്കാനും പറ്റും ഈ ഗ്രീൻലാൻഡ് അവർക്ക് കിട്ടുന്നതോടുകൂടി. ഞാൻ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെന്നും പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടെന്നും പറഞ്ഞത് കൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. കാരണം ആ ഗ്രീൻലാൻഡ് ഒരു സമ്പന്നമായിട്ടുള്ള ദ്വീപേ അല്ല. ആക്ച്വലി അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഒരു ഫിഷില്ലേ, നമ്മുടെ മീൻ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അവരുടെ മെയിൻ വരുമാനം. അതുകൂടാൻ ഡെൻമാർക്ക് ഏകദേശം $600 മില്യൺ അടക്കം എല്ലാ കൊല്ലവും ഗ്രീൻലാൻഡ് കൊടുക്കുന്നുണ്ട്. ഡെൻമാർക്കിന്റെ ഒരു അധികാര പരിധി വരുന്ന സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്നുള്ളത്. അവരെല്ലാ കൊല്ലവും $600 മില്യൺ കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഗ്രീൻലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥ തകരാണ്ട് പോണത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അതായത് ധാരാളം പണം ലഭിക്കാനുള്ള സ്രോതസ് അവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അതാണ് മെയിൻ. ആക്ച്വലി എന്തുകൊണ്ട് ഇപ്പോൾ, അതായത് ഈ സമയത്ത് 2026 2025 എന്തുകൊണ്ട് ഈ ഗ്രീൻലാൻഡിനോട് അമേരിക്കക്കും ബാക്കിയുള്ള രാജ്യത്തിനോട് ഒരു ആർത്തി വരുന്നു? അതിനുള്ള കാരണമാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത്. ഈ ഗ്രീൻലാൻഡ് ബേസിക്കലി ഒരു മഞ്ഞൾ മൂടപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കപ്പൽ മാർഗമുള്ള ചരക്ക് കപ്പൽ പോകാനുള്ള വഴി, നോർത്ത് വെസ്റ്റ് പാസേജ് ഉണ്ടാവാൻ കൂടി കാരണം ഈ മഞ്ഞുരുകുന്നത് കൊണ്ടാണ്. ആ മഞ്ഞുരുകുമ്പോൾ സമുദ്രപാത തെളിഞ്ഞു വരുന്നു, അതിലൂടെ കപ്പലിൽ പോകാനുള്ള വഴി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മഞ്ഞുരുകുന്നത് കൊണ്ട് ആ നാട്ടിൽ ഖനനം, അതായത് പല പല സ്ഥലത്തും മഞ്ഞുരുകുമ്പോൾ നമുക്ക് കുഴിച്ച് നമ്മുടെ മിനറൽസ് എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ആരും ഒരു വകയും വെക്കാണ്ടിരുന്ന ഗ്രീൻലാൻഡ് ഇപ്പൊ ഇത്രക്ക് മൂല്യമാവാൻ കാരണം നമ്മുടെ പ്രകൃതിയുടെ ഗ്ലോബൽ വാർമിംഗ്, പ്രകൃതി ചൂടാവുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ട്രംപിന് വെനസ്വേല പിടിച്ചടക്കിയ പോലെ ഗ്രീൻലാൻഡ് അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റുമോ സുഖമായിട്ട്? ഇല്ല. അതാണ് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ ചാൻസ് നമ്മുടെ ഈ ഗ്രീൻലാൻഡ് വഴി ഉണ്ടാവുമെന്ന് പറയാൻ കാരണം ഈ നാറ്റോ സഖ്യത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന രാജ്യങ്ങളുണ്ട്, ഈ രാജ്യങ്ങളെല്ലാം നാറ്റോ എന്നുള്ള സഖ്യത്തിലുള്ളതാണ്. ഈ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് എല്ലാ രാജ്യത്തിനോടുമുള്ള കൂട്ടായ വാറായിട്ട് കരുതുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ അമേരിക്ക ഗ്രീൻലാൻഡ് ആക്രമിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ രാജ്യവും കൂട്ടായിട്ട് നിന്ന് അമേരിക്ക ആക്രമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് ചിലപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകാമെന്ന് പറയപ്പെടുന്നത്. എന്തായാലും എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ഈ വീഡിയോ സമ്പാദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.